കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ 52%, മരണനിരക്ക് 69%, കുറഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. 2004-2014 അപേക്ഷിച്ച് 2014-2023 വർഷങ്ങളിൽ മോദി സർക്കാരിന് ഇത്തരത്തിലുള്ള ചുവപ്പ് ഭീകരതയ്ക്ക് കടിഞ്ഞാനിടാൻ സാധിച്ചതായും അമിത് ഷാ വ്യക്തമാക്കി. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ 72% കുറവുണ്ടായതായും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനായി യോജിച്ച് പ്രവർത്തിച്ചു. രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തിയത്, കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് ലഭിക്കുന്ന ഫണ്ടിംഗ് തടഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് ഭീകരബാധിത മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിന് സഹായകരമായി. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിൽ സുരക്ഷാസേന നൽകിയ തിരിച്ചടികളിലൂടെ ചുവപ്പ് ഭീകരത അതിന്റെ അന്ത്യനാളുകളിൽ എത്തിയിരിക്കുകയാണെന്നാണ് അമിത് ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കൈകാര്യം ചെയ്യുന്നതിൽ സൈനികർ ഉറച്ച നിലപാടുകളാണ് സ്വീകരിച്ചത്. ആരോഗ്യ പരീക്ഷയും വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകര മേഖലകളിൽ താമസിക്കുന്ന സാധാരണക്കാരെ മോദി സർക്കാർ വിശ്വാസത്തിലെടുത്തു. ഭീകരവാദത്തെ ചെറുക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നയങ്ങൾക്കാണ് എന്നും നന്ദി പറയേണ്ടത്. ഇതിനായി സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്രം ഒപ്പം കൂട്ടി. പ്രദേശത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു. ഇതോടെ ഭീകരർക്ക് അവരുടെ അടിത്തറ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും അമിത് ഷാ വ്യക്തമാക്കി. ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലകളിൽ നേരത്തെ 96 ആയിരുന്നെങ്കിൽ ഇന്ന് 45 കുറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ കേന്ദ്രമായിരുന്ന 90ഓളം ഇടങ്ങളിൽ 5000 പോസ്റ്റ് ഓഫീസുകൾ സ്ഥാപിച്ചു. 30 ജില്ലകളിലായി 1298 ബാങ്ക് ശാഖകളും 1348 ATMകളും ആരംഭിച്ചു. 2690 കോടി രൂപ ചിലവിൽ 4885 മൊബൈൽ ടവറുകൾ നിർമ്മിച്ചു. 10718 കോടി രൂപ ചിലവിൽ 9356 കിലോമീറ്റർ റോഡുകൾ നിർമ്മിച്ചു. 121 ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂളുകളും 43 ATIകളും 38 നൈപുണ്യ വികസന കേന്ദ്രങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭീകരബാധിത മേഖലകളിൽ ഈ കാലയളവിൽ സ്ഥാപിച്ചതായും അമിത് ഷാ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.